എല്ലാവർക്കും എന്താണ് എഡ്യൂബോർഡിന്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സോൾവബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം. ആള് ഇത്തിരി കുഞ്ഞനാണെങ്കിലും അധികം ആർക്കും പിടുത്തം തരാത്ത ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ, ഇതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. നമുക്ക് നോക്കാം. സോൾവബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അല്ലെ, എല്ലാവർക്കും അറിയാം എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനി എന്നൊക്കെ വിളിക്കുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അറിഞ്ഞില്ലെങ്കിലും അതിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. പിടിച്ചോളൂ. അതായത് നമ്മളിപ്പോ ഒരു ബീക്കർ എടുക്കുകയാണ്. ഒരു ബീക്കർ എടുക്കുന്നു അല്ലെ, ആ ബീക്കറിൽ നിറയെ വെള്ളം എടുക്കുന്നു. ഇനി ഈ ബീക്കറിന്റെ അകത്തേക്ക് നമ്മൾ പഞ്ചസാരയോ ഉപ്പോ എന്ത് വേണമെങ്കിലും ഇടാം. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ഇടുന്നു. ഫസ്റ്റ് റൗണ്ട് പഞ്ചസാര ഇട്ട സമയത്ത് നമ്മൾ പഞ്ചസാര അതിൻ്റെ അകത്ത് നന്നായിട്ട് ഇളക്കുന്നു, അല്ലെ ഡിസോൾവ് ചെയ്യിക്കുന്നു, അല്ലെ കലക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാര അപ്രത്യക്ഷമാകുന്നു. റെഡി അല്ലേ? ഇനി രണ്ടാമത്തെ പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ഇട്ടു, ഇളക്കുന്നു, അത് അപ്രത്യക്ഷമാകുന്നു. റെഡി അല്ലേ? ഇനി നമുക്കൊരു മൂന്നാമത്തെ പ്രാവശ്യം ഇതിൻ്റെ അകത്തേക്ക് വീണ്ടും നമ്മൾ പഞ്ചസാര ഇടുന്നു, വീണ്ടും ഇളക്കുന്നു, വീണ്ടും അപ്രത്യക്ഷമാകുന്നു. അല്ലെ, ഏതാണ്ട് ഒരു 4 or 5 നാലാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനകത്തേക്ക് പഞ്ചസാര ഇടാൻ പോവാണ്. അല്ലെ, നാലാമതായിട്ട് പഞ്ചസാര ഇടുന്ന സമയത്ത് അത് ഇളക്കുന്നു, പക്ഷേ അപ്രത്യക്ഷമാകുന്നില്ല. ആ പഞ്ചസാര ഇതിന്റെ അകത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക. എടാ, ആ പഞ്ചസാര ഇതിന്റെ അകത്ത് ഉണ്ട് എന്ന് വിചാരിക്കുക. ആദ്യ ഘട്ടത്തിൽ ഇട്ടപ്പോഴും, രണ്ടാമത്തെ ഘട്ടത്തിൽ ഇട്ടപ്പോഴും, മൂന്നാമത്തെ ഘട്ടത്തിൽ ഇട്ടപ്പോഴും എന്താണ്? അതിൻ്റെ അകത്തിൽ പഞ്ചസാര കംപ്ലീറ്റ്ലി എന്തായി? അതിൻ്റെ അകത്ത് അലിഞ്ഞു ചേരുക, ഡിസോൾവ് ആയി എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഏതാണ്ട് നാലാമത്തത് ഇട്ട സമയത്ത് എന്താണ്? അതിൻ്റെ അകത്ത് പഞ്ചസാര അലിഞ്ഞില്ല, അല്ലെ, ഡിസോൾവ് ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ പൂരിത ലായനി എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാം അല്ലെ? ഇനി അറിയാത്തവരാണെങ്കിൽ അവരിപ്പോ പഠിച്ചു വെച്ചോളും. അപ്പൊ പൂരിത ലായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിന്റെ അകത്തേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് എന്ത് ചെയ്യില്ല? ഡിസോൾവ് ആവില്ല, അലിയില്ല. അലിയാണ്ട് എങ്ങനെ അടി കിടക്കും, വെള്ളത്തിനടിയിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ ഇപ്പം അലിഞ്ഞില്ലെങ്കിൽ ഇതിനെ മൊത്തം വിളിക്കുന്ന പേരാണെന്ത്? ഈ സൊല്യൂഷനെ മൊത്തം വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ആ ലായനിയെ വിളിക്കുന്ന പേരാണെന്ത്? പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഇതുവരെ എന്താണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത് സാറേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് ലേയത്വത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സോൾവബിലിറ്റിനെ കുറിച്ചാണ്. അല്ലെ, പിടിച്ചോളൂ. എന്താണ് സോൾവബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ്, അല്ലെ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്. ഓക്കെ, അതായത് ലീനത്തിന്റെ അളവ്. ഓക്കെ, എന്തിനുള്ള ലീനത്തിന്റെ അളവ്? നമ്മൾ ഇതിന്റെ അകത്തേക്ക് എന്താണ്? ലീനം അല്ലെങ്കിൽ സൊല്യൂട്ട് പഞ്ചസാര ഇതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇട്ട് അവസാനം ഇതെന്തായി മാറി? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറി അല്ലെങ്കിൽ പൂരിത ലായനി ആയിട്ട് മാറി. റെഡിയല്ലേ? അപ്പൊ നമ്മൾ ഒരു പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ലായനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പഞ്ചസാര അതിൻ്റെ അകത്തേക്ക് ഇട്ടോ അതിന്റെ എമൗണ്ടിനെയാണ്, ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, ലീനത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ലേയത്വം അല്ലെങ്കിൽ സോൾവബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പൂരിത ലായനി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര പഞ്ചസാര അല്ലെങ്കിൽ എത്ര സൊല്യൂട്ട്, എത്ര ലീനം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടോ ആ ഇട്ട പഞ്ചസാരയുടെ അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ അല്ലെങ്കിൽ ലീനത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോൾവബിലിറ്റി അല്ലെങ്കിൽ ലേയത്വം. റെഡി ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ ചിരി കണ്ടാൽ അറിയാം. ഏതായാലും ശരി, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതറിയാത്ത കുറെ കൂട്ടുകാരുണ്ടാവുമല്ലോ. അവർക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വീഡിയോ ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടി, വീഡിയോ നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഇനി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാം. വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം അടിച്ചു പൊളിക്കും. ഗുഡ് ബൈ.